Magic Okay. morning. മാജിക് മോർണിംഗ്. ഓക്കെ, അപ്പോ Magic നമ്മുടെ morning. എല്ലാ മെമ്പേഴ്സിന്റെയും പ്രസൻസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. നമുക്കിത് വെനസ്ഡേ ആണ്, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ സെഷനാണ്. സോ നമുക്ക് ഈ സെഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം സേഫ് സർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you, Gopika. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ആളുകൾ 28 ആളുകളൊക്കെ ആയി. കഴിഞ്ഞ വീക്കിനെക്കാളും ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ലീഡേഴ്സ് ആൻഡ് ടീം സ്കിയോളോ. സോ ഇന്ന് ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ലീഡേഴ്സിനോട് പറയാനുള്ളത് ആർക്ക് വേണമെങ്കിൽ നിൽക്കാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറെ ആളുകൾ പറയുന്ന ഒരു പരാതിയാണ്, ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആരുദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഞാൻ നെപ്പോളിയൻ ഹില്ലിനെ ഇതൊരു പരാതിയായിട്ട് പറഞ്ഞു. നെപ്പോളിയൻ ഹിൽ ആരാ? ആരാണ്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ഓതറോട് ഒരു പരാതിയായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൈഫൊന്നും മുന്നോട്ട് പോകുന്നില്ല, എന്താണ് പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിന് തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തുന്ന ഒരു രംഗമുണ്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ച ആളുകൾക്കറിയാം. അദ്ദേഹം മരിച്ചുപോയ ആളുകളായിട്ട് മീറ്റിംഗ് നടത്തും. മരിച്ചുപോയ ആളുകളായിട്ട് മീറ്റിംഗ് നടത്തിയതിന് ശേഷം അദ്ദേഹം പിന്നീട് ആ മീറ്റിംഗ് എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കൽ ഇതേ ഒരു വ്യക്തി വരും. എന്നിട്ട് എന്താ നിങ്ങൾ മീറ്റിംഗ് നിർത്തിയെന്ന് ചോദിക്കും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ മീറ്റിംഗ് വീണ്ടും തുടങ്ങും. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പിന്നീട് ശ്രീബുദ്ധനെയും മുഹമ്മദ് നബിനെയും യേശു ക്രിസ്തുവിനെയും ഗാന്ധിജിനെയൊക്കെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടതിൽ കാണാം. അപ്പം എന്നതുപോലെ നെപ്പോളിയൻ ഹില്ലിനോട് ഞാനും എന്ത് ചെയ്തു, ഇങ്ങനെ ബിമാജിക്കിൽ കുറേ ആൾക്കാരുണ്ട്, എന്നെ അറിയുന്ന കുറേ ആളുകളുണ്ട്, ഇങ്ങനെ കുറേ ആളുകൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പരാതിയായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പം നെപ്പോളിയൻ ഹിൽ എന്ത് ചെയ്തു വെച്ചാൽ എനിക്കൊരു ലെറ്റർ അയച്ചു. തിരിച്ച് അദ്ദേഹം ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ ആ ലെറ്ററാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, താങ്ക് യു. ഇത് നെപ്പോളിയൻ ഹിൽ എനിക്ക് അയച്ച ലെറ്ററാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതെൻ്റെ ടീമുമായിട്ട്, നിങ്ങളുടെ ടീമുമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം പറഞ്ഞു. ഓക്കെ, നെപ്പോളിയൻ ഹില്ലാണ് അയച്ചിരിക്കുന്നത് കേട്ടോ, ഞാൻ എഴുതിയല്ല. അവസാനം നെപ്പോളിയൻ ഹിൽ എനിക്ക് അയച്ചിരിക്കുന്ന ലെറ്ററാണ്. അപ്പോൾ ആ ലെറ്ററിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലെറ്റർ ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം പറയാണ്, ഞാൻ വായിക്കാം, ഇത് കുറച്ച് വർഷം നമുക്ക് വായിച്ചു പോവാം. ഓക്കെ, അദ്ദേഹം പറയാണ്, മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങളോട് എന്നോടായിട്ട് പറയാണ്, മൈ ഡിയർ ഫ്രണ്ട്, യു റൈറ്റ് ദ മാനിഫെസ്റ്റേഷൻ ഹാസ് നോട്ട് വർക്ക്ഡ് ഫോർ യു. നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നതാണ്. ദാറ്റ് യുവർ ഡ്രീംസ് ഹാവ് റെസിസ്റ്റഡ് ഇറ്റ് യു റീച്ച്. അതായത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുന്ന നിങ്ങൾക്ക് എന്തോ ഒരു തടസ്സം ഉണ്ടെന്നുള്ളതാണ്. പെർമിറ്റ് മീ ടു സ്പീക്ക് ടു യു ആസ് ഐ ഹാവ് സ്പോക്കൺ ടു 1000 ഹു സ്റ്റുഡ് അറ്റ് ദ സെയിം ക്രോസ്ഡ് ബിറ്റ്വീൻ ബിലീഫ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സംസാരിച്ച തൗസൻഡ്സ് ഓഫ് ആളുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കുന്നതിനൊക്കെ ഒരു അവസരം നൽകുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ഫസ്റ്റ് അദ്ദേഹം പറയാണ്, ഐ മസ്റ്റ് ടെൽ യു ദിസ് ട്രൂത്ത്. ഞാൻ ഒരു കാര്യം വളരെ ശക്തമായിട്ട് നിങ്ങളോട് പറയാം, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ദ ലോ ഓഫ് സക്സസ് ഹാസ് നെവർ ഫെയിൽഡ് എ സിംഗിൾ മാൻ ഓർ വുമൺ ഹു അപ്ലൈഡ് ഇറ്റ് വിത്ത് ഫെയ്ത്ത് ആൻഡ് പെർസിസ്റ്റൻസ്. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അത് വിശ്വാസത്തോടും പെർസിസ്റ്റൻസോടും കൂടി അപ്ലൈ ചെയ്ത ഒരാൾക്കും പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു വാക്ക് ഒന്നും കൂടെ പറയാം,
ഓക്കെ, ഒരു വാക്ക് ഒന്നും കൂടെ പറയാം. എന്താണ്? ഇന്ന് വരെ ഈ ഭൂമിയിൽ പേഴ്സിസ്റ്റൻസോടെയും അതേപോലെ തന്നെ വിശ്വാസത്തോടെയും ഈ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയും പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം അന്ന് അത്രയും ആളുകളെ, ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഏതൊക്കെയാണ്? രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഏതൊക്കെയാണ് പോയിന്റ്? ഹലോ, വിശ്വാസം. എന്താ ഈ പേഴ്സിസ്റ്റൻസി ആണ്? എന്താ കൺസിസ്റ്റൻസി അല്ലേ? കൺസിസ്റ്റൻസി പേഴ്സിസ്റ്റൻസി തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? കൺസിസ്റ്റൻസി പേഴ്സിസ്റ്റൻസി തമ്മിൽ, പേഴ്സിസ്റ്റൻസിന്റെ മലയാളം എന്താ? ആർക്കെങ്കിലും അറിയോ? എനിബഡി? പേഴ്സിസ്റ്റൻസിന്റെ മലയാളം ഒരു മലയാളം വാക്കുണ്ടല്ലോ, സ്ഥിരത അല്ലേ പേഴ്സിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാല്? സ്ഥിരത അല്ലേ? ഈ പേഴ്സിസ്റ്റൻസും കൺസിസ്റ്റൻസിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പേഴ്സിസ്റ്റൻസും കൺസിസ്റ്റൻസിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാല്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സ്റ്റഡി റെഗുലർ ആക്ഷൻ ആൻഡ് ബിഹേവിയർ ഓവർ ടൈം ആണ്. ഓക്കെ, കൺസിസ്റ്റൻസി പറഞ്ഞാൽ നമുക്കൊരു കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ള, റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ റെഗുലർ ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പേഴ്സിസ്റ്റൻസ് പറഞ്ഞാൽ ഏതൊരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടായി കഴിഞ്ഞാലും, ഫെയിലിയർ ഉണ്ടായി, ഡിസ്കറേഞ്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് വേണ്ടത്. ഓക്കെ, ഈ കൺസിസ്റ്റൻസിക്ക് നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനും ഹാബിറ്റും ആണ്. പേഴ്സിസ്റ്റൻസിക്ക് ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. ക്ലിയർ ആണോ? ഇത് രണ്ടും തമ്മിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. പേഴ്സിസ്റ്റൻസിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സംഭവം പറയുമ്പോൾ ഒരു സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നത്, ഓക്കെ, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത്, അതൊക്കെയാണ് വരിക. പക്ഷേ പേഴ്സിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മൾ എന്തൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അവിടെ കൺസിസ്റ്റൻസിന്റെ പാർട്ടായിട്ട് വരും ആ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ. ആ വിശ്വാസം പ്ലസ് പേഴ്സിസ്റ്റൻസ്, എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായി കഴിഞ്ഞാലും അതിനെ ഞാൻ അതിന്റെ ഒരു ഈ പേഴ്സിസ്റ്റൻസിന്റെയും കൺസിസ്റ്റൻസിന്റെയും ഒരു സാധനം ഞാൻ ChatGPT ചെയ്തൊരു പാട്ടുണ്ട്. ഓക്കെ, ChatGPT ചെയ്തൊരു പാട്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പേഴ്സിസ്റ്റൻസി എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് എപ്പോഴും എൻഡുറൻസ് അണ്ടർ ഡിഫിക്കൽട്ടിയാണ്. ഡിഫിക്കൽട്ടി ഉണ്ടാവുമ്പോഴും അതിന്റെ എന്ത് ചെയ്യുക, അതിൽ മുന്നോട്ട് പോകാനുള്ള. മറ്റൊരു റിതമാണ് കൊണ്ടുവരിക. ഓക്കെ, ഒരു എഫേർട്ട്, റെഗുലാരിറ്റി ഓഫ് എഫേർട്ട്. നമുക്ക് മറ്റേതാകുമ്പോൾ നമ്മളെ, ഫോർ എക്സാമ്പിൾ പറയാണ്, ഒന്നിപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാൾ, ഓക്കെ, ജിമ്മിൽ പോകുന്ന ആൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകുമ്പോൾ അയാൾക്ക് ആ എഫേർട്ട് എന്ത് ചെയ്യും, കുറയുന്ന ഫീലാണ് ഉണ്ടാവുക. ഓക്കെ, പേഴ്സിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയാൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അയാൾ എല്ലാ ദിവസവും അവസരം ചോദിച്ചു പോകുന്ന അയാൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അയാൾ വീണ്ടും അവസരം ചോദിച്ചു പോകുന്നത് കിട്ടുന്നില്ല. അങ്ങനെ അയാൾ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, 10 വർഷത്തോളം അയാൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്തു, ഇതേ സംഭവം ചെയ്തു. 10ാമത്തെ വർഷം എന്ത് ചെയ്തു, ഒരു ചാൻസ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? പേഴ്സിസ്റ്റൻസും കൺസിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, പറയുമ്പോൾ നമുക്ക് ഒരേ പോലെ തോന്നുവാണെങ്കിലും രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നെപ്പോളിയൻ പറയാണ്, ഇന്നേ വരെ നിങ്ങൾ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട്, നെപ്പോളിയൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോബ് പ്രാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനർ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ബോബ് പ്രാക്ടറുടെ വീഡിയോ കണ്ടിട്ട്, ഈ അടുത്തിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത്. എനിക്ക് തോന്നുന്നു 2021 അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളത്. ബോബ് പ്രാക്ടറുടെ ലൈഫ് ഫുൾ ചേഞ്ച് ചെയ്തത് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം. അദ്ദേഹം മരിക്കുന്നത് വരെ എല്ലാ ദിവസവും വായിക്കാവുന്നതാണ്. ഈ പുസ്തകം വായിച്ചിട്ട് എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എതിരെ പറയുന്ന പല കാര്യങ്ങളും അപ്ലൈ ചെയ്തപ്പം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി അതിൽ മരിച്ചുപോയ ആളുകളൊക്കെ സംസാരിക്കുന്ന പാട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഓക്കെ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം,
ഇത് രണ്ടും ഉള്ള ഈ ഫെയ്ത്തും പെർസിസ്റ്റൻസും ഉള്ള ഒരാളുടെയും ഒരു ലോ ഓഫ് സക്സസും ഇതുവരെ പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? നെപ്പോളിയൻ ഹിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ചുമ്മാ ഒരു തമാശക്ക് നിങ്ങൾ ലെറ്റർ ആയിട്ട് കാണുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നെപ്പോളിയൻ ഹിൽ സൈസാറിന് ലെറ്റർ എഴുതിയോ, അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടിയിട്ട് ഞാൻ ലെറ്റർ ഫോർമാറ്റിലാക്കിയതാണ്. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് നോട്ട് ദ ലോ ദാറ്റ് ഫാൾട്ടേഴ്സ്, ഇറ്റ് ഈസ് അപ്ലിക്കേഷൻ ദാറ്റ് വീക്ക്നെസ് അണ്ടർ പ്രഷർ. അതൊരിക്കലും ഇനി നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും ലോയുടെ പ്രശ്നമല്ല, ആ ഒരു തിയറിയുടെ പ്രശ്നമല്ല. നമ്മളത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ പ്രഷറിലേക്ക് പോവുകയാണ്, നമ്മൾ വീക്ക് ആവുന്നതാണ് അതിന് കാരണം എന്നാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. സോ അദ്ദേഹം തന്നെ പറയാണ്, ലെറ്റ് us therefore examine your experience not as a failure but as a feedback from the universe. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, പരാജയമായിട്ട് കാണുന്നത്, പകരം അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങളൊരു കാര്യം പ്രതീക്ഷിച്ചു, നിങ്ങളൊരു കാര്യം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് ഒന്നുമില്ലല്ലോ, അല്ലേ? നമ്മളൊരു കാര്യം കണ്ണടച്ച് ആഗ്രഹിച്ചു, അത് കണ്ണടച്ച് ആഗ്രഹിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ മാജിക് പില്ലാന്നൊക്കെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റുക. ഓക്കെ, യുവർ ഡിസയർ മസ്റ്റ് ബിക്കം ആൻ ഒബ്സഷൻ. അതാണ് അദ്ദേഹം ആദ്യം പറയുന്ന ഒരു കാര്യം. നമ്മൾ അപ്പയും പറയുന്ന സാധനമാണ്. എന്താണ് ഒബ്സഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ആർക്കറിയാം? ഒബ്സഷൻ എന്താ? ആർക്കെങ്കിലും അറിയാം? ആർക്കും പറയാം. ഒബ്സഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തീവ്രമായ ആഗ്രഹം. തീവ്രമായ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെ ഒരു ഡിസയർ മസ്റ്റ് ബിക്കം ആൻ ഒബ്സഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ആഗ്രഹം എന്താവണം? ഒരു ഒബ്സഷൻ ആവണം. അതിനൊരു ഒരു എന്താണ്? ആസക്തി. അതായത് ആസക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അല്ലെ? അത് കിട്ടില്ലാതെ നമുക്ക് എന്തുണ്ടാവില്ല, വേറെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവില്ല. അഡിക്ഷൻ, വേറെ സെക്കൻഡ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ജോജു ജോർജിന് എനിക്ക് ഫിലിം ആക്ടർ ആവണം എന്നുള്ളതൊരു ഒബ്സഷനാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര വർഷം എടുത്തു ജോജു ജോർജ് ഫിലിം ഇൻഡസ്ട്രിയിൽ എത്താൻ പ്രോപ്പറായിട്ട്? എത്ര? 16 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ നിന്ന് എല്ലാ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കളിയാക്കിയപ്പോഴും, വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞപ്പോഴും, നാട്ടിൽ കൂടെ പോകുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പരിഹസിച്ച സിറ്റുവേഷനിലൊക്കെ അദ്ദേഹത്തിന്റെ മൈൻഡിൽ അദ്ദേഹം ചെയ്തിരുന്നു 16 കൊല്ലം ഇതേ കാര്യത്തിനും വേണ്ടിയിട്ട് പെർസിസ്റ്റൻസോടും ഫെയ്ത്തോടും കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആരെയും ബോധ്യപ്പെടുത്തിയില്ല, ആരും ഡയലോഗ് അറിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാവുന്ന എന്തായിരുന്നു? വണ്ട ഞാൻ ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളായി പോകും, അല്ലെ? കമലഹാസൻ വരെ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു? വളരെ പുകഴ്ത്തി പറഞ്ഞു. ഇരട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ ഒരുപാട് ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ജോജി ചെയ്തതുപോലെ ഡബിൾ റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കമലഹാസൻ വരെ പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ പറയുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു 16 വർഷം ഉണ്ടായിരുന്നു. ആ 16 വർഷത്തിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസയർ നമുക്ക് ഉണ്ടാവണം. അല്ല ചുമ്മാ നമുക്ക് ഈ സലീം കുമാർ പറഞ്ഞ പോലെ അഥവാ പോയി നോക്കാം, കിട്ടി പോയാ പോയി എന്ന സംഭവം ഉണ്ടല്ലോ, KKTP എന്ന സംഭവം. ചെയ്തു നോക്കടാ, കിട്ടി പോയാ പോയി ആ സംഭവം ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യൂല, ഇത് വർക്ക് ചെയ്യൂല. അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞതാണ്, എ ബേണിംഗ് ഡിസയർ ഈസ് എ കമാൻഡ്. ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ്, ഒരു കമാൻഡ് ആണ്. ആ കമാൻഡ് എന്താണ്? ക്ലിയർ, ഇമോഷണൽ ആൻഡ് അൺവേവറിംഗ്. ഇഫ് യുവർ ഡിസയർ ഫ്ലിക്കേഴ്സ് വിത്തൗട്ട് ഡൗട്ട് ഓർ ഇംപേഷ്യൻസ്, ഇറ്റ്സ് എ മിക്സ്ഡ് വൈബ്രേഷൻ ദാറ്റ് കനോട്ട് പ്രൊഡ്യൂസ് റിസൾട്ട്. നമ്മളൊരു കാര്യം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് ഇടയ്ക്ക് നമുക്കങ്ങനെ തോന്നുകയാണ് നടക്കോ ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അതിൻ്റെ ഒരു വൈബ്രേഷൻ കുറയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷൻസ് കുറയാണെങ്കിൽ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, റിസൾട്ട് ഉണ്ടാക്കി തരില്ല. ഫസ്റ്റ് നമ്മൾ നോക്കുക, നിങ്ങളുടെ ഡിസയർ ജോജു ജോർജിനെ പോലെ അത്രയും ബേണിംഗ് ഡിസയർ ആണ്, അല്ലെങ്കിൽ അതൊരു ഒബ്സഷൻ ആണോ നോക്കുക. ആസ്ക് യുവർ സെൽഫ് ടു നൈറ്റ്, നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നോക്കുക, ഡു ഐ ട്രൂലി വാണ്ട് ദിസ് മോർ ദാൻ ഐ ഫിയർ നോട്ട് ഹാവിങ് ഇറ്റ്, ബിക്കോസ് ദ യൂണിവേഴ്സ് ഓൺലി മിറേഴ്സ് വാട്ട് യു ഫീൽ മോസ്റ്റ് ഡീപ്ലി. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ട്രൂലി ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഒരു ഭയം ഇല്ലാതിരിക്കണം. ആ കാര്യം ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പേടിയില്ലാതിരിക്കണം. കാരണം യൂണിവേഴ്സ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് മോസ്റ്റ്ലി ഫീൽ ചെയ്യുന്നത്, അതാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ,
ഈ ബി മാജിക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പല ആളുകളും എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാം. അത് കൊണ്ടുപോകുന്ന ഒരു വിശ്വാസത്തിലാണ് ഇത് സംഭവിക്കുക. അപ്പൊ ഇത് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ അജിഷ, ഗോപിക, മുഫീദ അല്ലെങ്കിൽ ഇതിന്റെ ലീഡേഴ്സ് നിങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, എന്നെക്കാളും കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ എൻ്റെ ടീമിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബാക്കി വർക്കുകൾ ബി മാജിക് പോലെ ആവണം എന്നതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നടക്കേണ്ടത് ബി മാജിക് പോലെ ആവണം. കാരണം എന്താ, ബി മാജിക്കിൽ എന്താ നടക്കുന്നത് ഞാൻ അറിയാറില്ല എന്നതുപോലെ നമ്മൾ ബാക്കി വർക്കുകൾ നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പറയാറുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങൾ വരുമ്പം ബി മാജിക് പോലെ ആവണം. ഞാൻ എന്ത് ചെയ്യേണ്ടതില്ല, ഞാൻ അറിയേണ്ടതില്ല, ഡിസിഷൻസ് എല്ലാ കാര്യങ്ങളും അവരെടുത്തിട്ടാണ് ബി മാജിക്കിന്റെ. ഇപ്പോൾ എസ്പെഷ്യലി ഇതിന്റെ ട്രെയിനേഴ്സിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ ഒരു മെയിൻ പില്ലറായിട്ട് വർക്ക് ചെയ്യുന്ന അതിശയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തന്നെ മുഫീദും ഗോപികയാണ് ഇതിലെ ആങ്കറിങ് നടത്താറുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് അതിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു യൂണിവേഴ്സിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ 2000 ദിവസം പോകണം. ഇപ്പൊ എങ്ങനെ വെച്ച് ഞാൻ എന്താ പറയാ, അങ്ങനെയെന്ന് പറയാൻ പറ്റൂലേ. ഇതൊക്കെ ഒരു വെൽ പ്ലാൻഡ്, നാളെ നൗഫൽ എന്ന ആളുടെ ലീഡറായിട്ട് വരുന്നു, അല്ലെങ്കിൽ നജുര എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ വരുന്നു, ഇന്ന ആൾക്കാർ പോയിരുന്നു, കുറെ ആളുകൾ വരുന്നു, കുറെ ആളുകൾ പോകുന്നു അല്ലേ. ഇതൊക്കെ ആലോചിച്ചാൽ നടക്കുമോ? ഇതൊക്കെ പ്ലാൻ ആക്കി കഴിഞ്ഞാൽ നടക്കുമോ? ഓക്കെ, ഇനിയിപ്പോ 2026 ജൂൺ ആകുമ്പോൾ അല്ലെ ജൂലൈ ആകുമ്പോൾ ഇതിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഉള്ള ആളുകളും ഉണ്ടാവും? ഇല്ല, പല ആളുകളും പോകും, പല ആളുകളും വരും. പക്ഷെ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സംഭവം എങ്ങനെയൊക്കെ നടന്നു പോകും. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് കേരളത്തിലെ ഓൾമോസ്റ്റ് ആളുകൾക്കും വീട്, ബൈക്ക്, കാറ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവും. ഓൾമോസ്റ്റ് ആളുകൾക്കും. കാരണം എന്താ, അവരുടെ ഡിസയർ എന്ന് പറഞ്ഞത് അത്രയും വലിയൊരു ഒബ്സഷൻ. അത് കിട്ടില്ലാതെ അവർക്ക് എന്തില്ല, ഒരു മാർഗ്ഗമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കിട്ടുന്നത്. തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് അതൊക്കെ. കാരണം ആലോചിച്ച് നോക്കുക, ഒരു കോമൺ മനുഷ്യന്റെ സാലറി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഒരു സാധാരണ ജോലിക്കാരന്റെ സാലറി, ആവറേജ് സാലറി 10-15 റുപ്യാവും അല്ലേ. ഇനിയിപ്പോ ഒരു സാധാരണ നമുക്ക് ഒരു 25 റുപ്യന് കൂട്ടി വെക്കുക. ഒരു 25,000 തന്നെ ഒരു ആവറേജ് സാലറി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരാൾ ഇതാക്കുന്ന സമയത്ത് 25,000 റുപ്യ ആവറേജ് സാലറി കൂട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരു 20 വർഷം അയാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ കിട്ടുക? 50 ലക്ഷം റുപ്യ അല്ലേ. അതല്ല കിട്ടുക. 50 ലക്ഷം റുപ്യ കിട്ടുന്ന ഒരാൾ 20 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അയാൾക്ക് ചിലപ്പോൾ 50 ലക്ഷം റുപ്യന്റെ വീടായിട്ടുണ്ടാവും, അയാളെ മക്കൾ അതുവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അയാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 50 ലക്ഷത്തിൽ എങ്ങനെ നടന്നു വെച്ചാൽ നമുക്കൊരു അത്ഭുതം ഫീൽ ചെയ്യും. സോ നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെ അവിടെ ഉണ്ട്. അതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അത്രയും വലിയ തീവ്രമായിട്ട് ഒരു ആഗ്രഹം ഉണ്ട്, അതിന് സെക്കൻഡ് ചോയ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അത് നമുക്ക് ലഭിക്കും. അതാണ് ഹില്ല് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, നെപ്പോളിയൻ ഹില്ല് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറയാണ്, ഫെയ്ത്ത് ഈസ് നോട്ട് ഹോപ്പ്, ഇറ്റ് ഈസ് നോയിങ്. ഓക്കെ, ഫെയ്ത്ത് എന്ന് പറഞ്ഞത്, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞത്, പ്രതീക്ഷ എന്ന് പറഞ്ഞത് തമ്മിൽ ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, ഫെയ്ത്തിന്റെ ഒരു സാധനം ഹോപ്പിന്റെ ഒരു സാധനം പറഞ്ഞാൽ ഹോപ്പ് മാബി ആയിരിക്കും. ഹോപ്പ് മാബി ആയിരിക്കും. ചിലപ്പോൾ മഴ ചിലപ്പോൾ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളെന്താണ്, മഴനെ നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം. എന്തിനാണ്? പോകുമ്പോൾ ആക്സിഡന്റ് ആവാനൊരു സാധ്യതയുണ്ട്. അതിൻ്റെ അടുത്ത് ആക്സിഡന്റ് ആവുന്നുള്ളതല്ല അല്ലേ. മെനി പീപ്പിൾ സേ ഐ ബിലീവ് എ ട്രംബിൾ വെൻ ദ റിസൾട്ട് ഡു നോട്ട് അപ്പിയർ. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ബിലീഫ്, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓപ്റ്റിമിസ്റ്റ്. അതൊരു കണ്ടീഷനായിട്ട് ശുഭാപ്തി വിശ്വാസമാണ്. ഓക്കെ, അതിന് പകരം എന്ന് പറഞ്ഞത് ഫെയ്ത്ത് എന്ന് പറഞ്ഞത്, ഫെയ്ത്ത് ഉള്ള ആളുകൾ എപ്പോഴും പറയാന്ന് പറഞ്ഞത്, ഇറ്റ് മസ്റ്റ് കം ഫോർ ഐ ഹാവ് ഓൾറെഡി ആക്സെപ്റ്റഡ് ഇറ്റ് ആസ് മൈൻ. അയാൾ ഓൾറെഡി അത് വിശ്വസിച്ചു. ആ പെണ്ണ് നമ്മളൊരു ആളുകൾ, ചില ആളുകൾ പ്രണയിക്കുന്ന സമയത്ത് തന്നെ രണ്ട് രീതിയിൽ പ്രണയിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരാൾ പറയും ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കല്യാണം നടത്താം അല്ലേ. വേറെ ആൾ പറയും ഈ എൻ്റെതാണ്, അയാൾക്ക് പിന്നെ വേറൊരു തോട്ട് ഉണ്ടാവില്ല. അവരായിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് ഒന്നാവുക. Every thought mixed with faith becomes a living vibration that moves unseen forces towards you. Okay, നിങ്ങൾക്ക് എവിടെയൊക്കെ എത്രയും ഫെയ്ത്ത്, ആ ഒരു നിങ്ങളത് ഓൾറെഡി ആയി എന്നുള്ള വിശ്വാസം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾ കാണാത്തൊരു ഫോഴ്സ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഫെയ്ത്തും ഹോപ്പുള്ള ഡിഫറൻസ് ആവാം നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടാത്തത്. പിന്നീട് അദ്ദേഹം പറയാണ്, ആക്ഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് റിയാലിറ്റി. നമുക്ക് എല്ലാവരുടെയും പ്രശ്നം എന്താ പറയുക, എൻ്റെതടക്കമുള്ള മനുഷ്യന്മാർ പൊതുവെ റിസ്ക് എടുക്കാതെ കാര്യങ്ങൾ കിട്ടാനാണ് നമ്മളെ മൈൻഡിനെ
ഈ യൂണിവേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ് അല്ലേ. മനസ്സിനൊക്കെ വേണ്ടത് സുഖമാണ്. മനസ്സിനെപ്പോഴും വേണ്ട എന്താണ്? സുഖമാണ്. അധികം റിസ്ക് എടുക്കാതെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് മൈൻഡ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല അങ്ങനെ തന്നെ അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മൈൻഡ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും വെച്ചാൽ അധികം പണിയൊന്നും എടുക്കാതെ അല്ലെ, അധികം റിസ്ക് ഒന്നും എടുക്കാതെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് നമ്മുടെ ലൈഫ് മനസ്സ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. You cannot sit upon a mountain of dreams and expect the world to cling to you. Okay. നമ്മളിങ്ങനെ കുറേ സ്വപ്നമായിട്ട് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് ഇതെല്ലാം നാളെ ഒരാൾ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. Every idea must be clothed in defined action. The universe multiples momentum, not motionlessness. നിങ്ങളുടെ സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം പറയണം, എന്താ പറയുന്നത്? നിങ്ങൾ എല്ലാ ഐഡിയയ്ക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ മൊമെന്റ് ഉണ്ടാക്കി തരുള്ളൂ. നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോഷൻ ഇല്ലെങ്കിൽ ആ മൊമെന്റ് നിങ്ങൾക്ക് കിട്ടൂല. ടേക്ക് വൺ സ്റ്റെപ്പ് എവറി ഡേ ടുവേർഡ്സ് യുവർ ഡിസൈർ. നിങ്ങൾ ആഗ്രഹത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഒന്നും എടുത്തുകൊണ്ടിരിക്കുക. നോ മാറ്റർ ഹൗ സ്മോൾ, എത്ര ചെറുതാണെന്നുള്ളൊരു വിഷയമല്ല. ആൻഡ് സീ ഹൗ സർക്കംസ്റ്റാൻസസ് ബിഗിൻ ടു ബെൻഡ് ഇൻ യുവർ ഫേവർ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ നിങ്ങൾക്ക് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. നാലാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, ഹലോ അവിടെ അല്ലേ? അവിടെ അല്ലേ? നമ്മൾ നോക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിന് ബ്ലോക്ക് ആയിരിക്കുന്നതെന്ന് കരുതി. അതായത് നമ്മൾ കരുതുന്നത് കൺസിസ്റ്റൻസിയും പെർസിസ്റ്റൻസും ഒന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഹോപ്പും ഫെയ്ത്തും ഒന്നാണെന്ന് കരുതിയിട്ടുണ്ടാവും. ഇതിലൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക? ഈ ചേഞ്ചസ് ഉണ്ടാവുക. നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാമോ പല സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഹോപ്പാണോ ഫെയ്ത്ത് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നിട്ട് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ശരിക്കൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് ഹോപ്പാണോ അതോ ഫെയ്ത്ത് ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ. ശരിക്കും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എനിക്കുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു മൈൻഡിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോയി നോക്കിയിട്ട് ആൻസർ പറയാം. ശരിക്കും എനിക്കുള്ളത് ഹോപ്പാണോ ഫെയ്ത്ത് ആണോ? ശരിക്കും എനിക്കുണ്ടായിരുന്നത് പെർസിസ്റ്റൻസി ആണോ കൺസിസ്റ്റൻസി ആണോ? ഓക്കെ. മണി സാറ് പറഞ്ഞത് ഹോപ്പ് എന്നാണ്. ഹോപ്പ് എന്നാണെങ്കിൽ എച്ച് എന്ന് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫെയ്ത്ത് ആണെങ്കിൽ എഫ് എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഈ ഹോപ്പ് നിന്ന് ഫെയ്ത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ വലുതാണ്. അതത്ര ഈസി ഒന്നുമല്ല. എന്നെയൊക്കെ ഇപ്പോഴും പരിഹസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഓക്കെ. എന്നെയൊക്കെ ഇപ്പോഴും പരിഹസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ അറിഞ്ഞ് പരിഹസിക്കുന്നതും അറിയാതെ പരിഹസിക്കുന്നതായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ എന്നെ ഡ്രൈവ് ചെയ്യുന്ന സാധനം ഒരിക്കലും ഹോപ്പല്ല. എന്നെ ഡ്രൈവ് ചെയ്യുന്ന സാധനം എന്താണ്? ഫെയ്ത്ത് ആണ്. ഗാർഡ് യുവർ ഇമോഷണൽ ക്ലൈമറ്റ്. അടുത്തത് പറയാണ്, യുവർ മൂഡ്സ് ആർ ദ വെദർ ഓഫ് യുവർ മൈൻഡ്. എന്താണ് ആ വാക്കുകളൊന്നും ആലോചിച്ച് നോക്കി. യുവർ മൂഡ്സ് ആർ ദ വെദർ ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിന്റെ വെദറാണ്, കാലാവസ്ഥയാണ് എന്താ പറയുന്നത്? നിങ്ങളുടെ മൂഡ്സ് എന്ന് പറയുന്നത്. ഇഫ് വൺ മൊമെന്റ് യു റേഡിയേറ്റ് കോൺഫിഡൻസ് ആൻഡ് ദ നെക്സ്റ്റ് യു സിങ്ക് ഇൻ ടു വറി, യുവർ സബ് കോൺഷ്യസ് ബിക്കം കൺഫ്യൂസ്ഡ്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടൂല. ഇറ്റ് കനോട്ട് ബിൽഡ് എ സ്കൈ സ്ക്രാപ്പർ വിത്ത് ഷിഫ്റ്റിംഗ് ബ്ലൂ പ്രിന്റ്. നിങ്ങൾക്ക് ഒരു സ്കൈ സ്ക്രാപ്പർ ആകാൻ സാധിക്കില്ല. എന്താണ്? ഇങ്ങനെ ബ്ലൂ പ്രിന്റ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടു കഴിഞ്ഞാൽ. ട്രെയിൻ യുവർ സെൽഫ് ടു റിമെയിൻ ഇമോഷണൽ സ്റ്റഡി. നമ്മുടെ ഇമോഷൻസിനെ സ്റ്റഡി ആക്കാൻ നമ്മൾ പഠിക്കണം. അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷൻസിനും സെൽഫ് ടോക്ക് ഒക്കെ കൊടുക്കുന്നത്. വെൻ യുവർ വൈബ്രേഷൻ റിമെയിൻ കോൺസ്റ്റന്റ് സോ ഡസ് യുവർ അട്രാക്ഷൻ. അപ്പോഴാണ് അട്രാക്ട് ചെയ്യുക. നമുക്കതൊരു ഗാർഡ് ആവാൻ പറ്റും. നമ്മുടെ ഇമോഷണൽ ക്ലൈമറ്റിൽ ഒരു ഗാർഡ് ആവാൻ നമുക്ക് പറ്റുന്നതാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിഷയമാണ്. ഇന്നലെ ഞാനും എൻ്റെ ഒരു ടീം മെമ്പർ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ ഒരാളിനോട് ചോദിച്ചു, കൊണ്ടോട്ടി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഒരു ആക്സിഡന്റ് എന്തോ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. കാരണം എന്താ? നമ്മളത് അറിയേണ്ട കാര്യമല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇമോഷൻസിന് ഇതാവും. ഓക്കെ. ഞാൻ ചിലപ്പോൾ നല്ല ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണേ, ആടുജീവിതം ഞാൻ കണ്ടിട്ടില്ല സിനിമ.
ഞാൻ കണ്ടിട്ടില്ല ആടുജീവിതം സിനിമ. കാരണം എൻ്റെ ഇമോഷൻസിനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോകാൻ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളാക്കും. നമ്മളെ ഇമോഷൻസിനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഇമോഷൻസിനെ നമ്മളെപ്പോഴും മാസ്റ്റർ ചെയ്യണം. ഇമോഷൻസിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ ഇമോഷൻസിന് വിട്ടുകൊടുക്കരുത്. ക്ലിയർ ആണോ? നമ്മളെല്ലാവരും മനുഷ്യന്മാരെ ഡൗൺ ആവും. ഈ പറയുന്നത് ഞാനും ഡൗൺ ആവും, നിങ്ങളും ഡൗൺ ആവും. മനുഷ്യന്മാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് 24 മണിക്കൂർ പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുമോ? ഈസ് ദാറ്റ് പോസിബിൾ? 24 hours നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുമോ? യെസ് ഓർ നോ? നോ. 24 hours നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഒരു മൂഡ് സ്വിങ്സിന്റെ ഒരു ശരിക്കും ഒരു സർക്കിളൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. നിങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഒരു മൂഡ് സ്വിങ്സിന്റെ ജേണൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ രാവിലെ 8 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ മൂഡ് എന്തായിരുന്നു? ഓക്കെ, എക്സലന്റ് ഗുഡ് മൂഡായിരുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് മൂഡായിരുന്നു, നെഗറ്റീവ് മൂഡായിരുന്നു. നെഗറ്റീവ് മൂഡാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് മൂഡ് ഉണ്ടായത്? ആ ചിന്ത എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ വരെ നമുക്ക് നമ്മുടെ മൂഡിനെ അങ്ങനെ മൂഡ് സ്വിങ്സ് ജേണൽ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നുണ്ട്, പേഷ്യൻസ് ഈസ് ദ ഫൈനൽ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്. മോസ്റ്റ് ഓഫ് പീപ്പിൾ അവർ ആഗ്രഹിക്കുന്ന ലൈഫ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. ഞാനൊക്കെ അറിയുന്ന എത്രയോ പേരുകളുണ്ട്. ഇവർ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ ആദ്യം ചിലപ്പോൾ ജോലിക്കാരായിരിക്കും. ഒരു ടൈം പീരിയഡ് കഴിയുമ്പോൾ അവർ നിർത്തിയിട്ട് പിന്നെയും ജോലിക്ക് തന്നെ പോകും. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, എവറി ഡ്രീം മസ്റ്റ് മാച്ചർ ബെനീത്ത് ദ സർഫസ് ബിഫോർ ഇറ്റ്സ് ബ്ലൂംസ്. നമുക്കൊരു എന്താ പറയാ, നിങ്ങളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് അത് വിരിഞ്ഞു വരാനുള്ള അതിൻ്റെ ഒരു വിത്തിട്ടു, ആ വിത്തിന്റെ റിസൾട്ട് കിട്ടാനുള്ള ടൈം എല്ലാത്തിനും ഒരേപോലെയാണോ? ഫോർ എക്സാമ്പിൾ പറയാം, തക്കാളിയുടെ കൃഷിയാണ് ഒരാൾ ചെയ്യുന്നത്, ഒരു ചന്ദന മരമാണ് വേറെ ആൾ കൃഷി ചെയ്യുന്നത്. രണ്ടും ഒരേ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക, ഏതാ പെട്ടെന്ന് കിട്ടുക? തക്കാളി. അപ്പൊ നമ്മുടെ ആഗ്രഹം അതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് തക്കാളിയൊക്കെ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടി വരും. പകരം നിങ്ങൾക്ക് ചന്ദനമരമാണ് വെച്ചെങ്കിൽ അതിനുള്ള സമയം കൊടുക്കണം. ഇംപേഷ്യൻസ് അപ്രൂവ്സ് ദ സീഡ്സ്. എന്ത് ചെയ്യും? ക്ഷമയില്ലെങ്കിൽ ആ സീഡ്സ് എന്ത് ചെയ്യും? അപ്രൂവ്സ് ചെയ്യും. ഹോൾഡ് യുവർ ബിലീഫ് ത്രൂ ദ അൺസീൻ സ്റ്റേജസ്. നമുക്ക് കാണാത്തൊരു സ്റ്റേജിൽ നമ്മൾ ബിലീഫ്. നമ്മളിപ്പോൾ ഒരു മരം നടുകയാണ്. ആ മരം നടുമ്പോൾ ഓരോ ദിവസവും ആ വിത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താ നമ്മൾ കാണുന്നുണ്ടോ? ഈ വിത്ത് ഇങ്ങനെ 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 വലുതായി വരുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നടക്കുന്നത്, അത് വിരിഞ്ഞു വരുന്നതിന് മുമ്പ് ഒരു സമയം ഉണ്ടല്ലോ, അത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എപ്പോഴും നമുക്ക് ആ നമ്മളൊരു വിശ്വാസമാണ് അതിന്റെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് അത് വരും എന്നുള്ളത്. വൈൽ യു സീ നത്തിങ് ദ യൂണിവേഴ്സ് അസംബ്ലിങ് എവരിത്തിങ്. നമ്മളൊന്നും കാണാത്ത സമയത്ത് യൂണിവേഴ്സ് അതൊക്കെ റെഡിയാക്കുന്നുണ്ട് അല്ലേ? ഒരു ലേഡി പ്രഗ്നന്റ് ആയി, ഇപ്പൊ നമുക്ക് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഓരോ ദിവസവും നടക്കുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു മുട്ട വിരിഞ്ഞു വരുന്നതിനുള്ള സംഭവം, ഒരു മുട്ട നമ്മളെ മുമ്പിൽ കാണുമ്പോൾ മുട്ട തന്നെയാണ് അല്ലേ? കോഴി അടയിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോഴിക്കുഞ്ഞുണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടോ? എസ്സോർണോ? ഓരോ ദിവസം മുട്ട എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുട്ടനുള്ള സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ഒരു മുട്ട നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും? അതാണ് പറയുന്നത്, വൈൽ യു സീ നത്തിങ്. നിങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല. ദ യൂണിവേഴ്സ് ഈസ് അസംബ്ലിങ് എവരിതിങ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അസംബിൾ ചെയ്യുന്നുണ്ട്. അതിന് എന്ത് വേണം? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, പെർസിസ്റ്റൻസ് ആണോ എന്ന് അറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, ക്ഷമ. നേരത്തെ ജോർജിന്റെ കാര്യം പറഞ്ഞതുപോലെ. പിന്നെന്താണ്? ഫൈനലി അതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, പെർസിസ്റ്റ് അണ്ടിൽ യു ഫീൽ ഓണർഷിപ്പ്. നിങ്ങൾക്കത് കിട്ടുന്നത് വരെ നിങ്ങളത് എന്ത് ചെയ്യുക? വിശ്വാസത്തോടെ മുന്നോട്ട്. റിപ്പീറ്റ് യുവർ അഫർമേഷൻ അണ്ടിൽ ഇറ്റ്സ് ഫീൽസ് ട്രൂ, നോട്ട് ജസ്റ്റ് അണ്ടിൽ ഇറ്റ്സ് സൗണ്ട് റൈറ്റ്. സൗണ്ട് റെഡി ആവുന്നത് വരെ അല്ല, എന്ത് ചെയ്യുക? നിങ്ങൾക്കത് കിട്ടുന്നത് വരെ നിങ്ങൾ അഫർമേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. വെൻ യുവർ സബ്കോൺഷ്യസ് ആക്സെപ്റ്റ് യുവർ വിഷൻ ആസ് പ്രസന്റ് റിയാലിറ്റി, ദ വേൾഡ് റീഅറേഞ്ച് ഇറ്റ് സെൽഫ് ടു മാച്ച് ദ ഇന്നർ സ്റ്റേറ്റ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് റിയാലിറ്റി ആയിട്ട് വിശ്വസിക്കുന്ന സമയത്ത് വേൾഡ് നിങ്ങൾക്ക് എന്ത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരും. എ മൈൻഡ് വൺസ് എക്സ്പാൻഡഡ് ബൈ ഫെയ്ത്ത് ക്യാൻ നെവർ റിട്ടേൺ ടു ഇറ്റ്സ് ഫോർമർ ലിമിറ്റ്സ്. ഓക്കെ, ഒരു നിങ്ങളുടെ മൈൻഡ് ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും എന്ത് ചെയ്യില്ല, പഴയ ലെവലിലേക്ക് റിട്ടേൺ പോകില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നീന്തൽ പഠിച്ച ഒരാളാണ്. ഒരു 5 വർഷമായിട്ട് നിങ്ങൾക്ക് നീന്തിയിട്ടേ ഇല്ല, നിങ്ങൾ നീന്തി നോക്കിയിട്ടേ ഇല്ല. നിങ്ങൾക്കൊരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നീന്തൽ പഠിക്കുന്നതിന് മുമ്പത്തെ പോലെ ആവോ? അല്ല, ഞാനത് ട്രൈ ചെയ്ത് എനിക്ക് നീന്താൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ വിശ്വാസം. ഏതായിരിക്കും?
നീന്താൻ പറ്റുന്നു. നീന്താൻ പറ്റും അല്ലേ? അതാണ് പറഞ്ഞത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ. 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് പിന്നെ 5ാം ക്ലാസ് പാസ്സാകുന്ന ബുദ്ധിമുട്ടല്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കറക്റ്റായിട്ട് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പഴയ രീതിയിലേക്ക് പോവില്ല. സോ അദ്ദേഹം പറയാണ്, മൈ കൺക്ലൂഷൻ ടു യു, നെപ്പോളിയൻ ഹിൽ പറയാണ്, മൈ കൺക്ലൂഷൻ ടു യു. എന്താണ് അദ്ദേഹം പറയുന്ന കൺക്ലൂഷൻ? സ്റ്റാർട്ട് അഗെയിൻ. നിങ്ങൾ ഇതുവരെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് യുവർ ഡിഫൈൻഡ് ചീഫ് എയിം ഓൺ എ പേപ്പർ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. വൺ സിംഗിൾ ക്ലിയർ ഡിസയർ, ഒരു സിംഗിൾ ആയിട്ടുള്ള ക്ലിയർ ഡിസയർ ആക്കുക. റീഡ് ഇറ്റ് എവറി മോർണിംഗ് ആൻഡ് എവറി നൈറ്റ് വിത്ത് ഇമോഷൻസ്. എല്ലാ രാവിലെയും രാത്രിയും നിങ്ങൾ അത് ഇമോഷനോട് എന്ത് ചെയ്യുക? വായിക്കുക. ക്ലോസ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. ആൻഡ് ഫീൽ ആസ് ആഫ് ഇറ്റ് ഈസ് ആൾറെഡി യുവേഴ്സ്. അത് നിങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. ആക്ട് ഡെയിലി ഇൻ ഹാർമണി വിത്ത് ദാറ്റ് ബിലീഫ്. എല്ലാ ദിവസവും അതിന് ഹാർമണിയോട് ബിലീഫോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യാം. വെൻ ഡൗട്ട് വിസിറ്റ്, നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഡു നോട്ട് റസ്റ്റിൽ വിത്ത് ഇറ്റ്, റീപ്ലേസ് ഇറ്റ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്. പകരം എന്ത് ചെയ്യാം? അത് റീപ്ലേസ് ചെയ്യാം. വെൻ ഫിയർ വിഷ്പേഴ്സ് സ്മൈൽ ആൻഡ് എന്ത് ചെയ്യുക? ഫിയർ വരുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക? ചിരിക്കുക. എന്നിട്ട് പറയാം, ഐ നോ മൈ ഡെസ്റ്റിനി ഓൾറെഡി ഡിസൈഡഡ്. എനിക്കറിയാം എൻ്റെ വിധി ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ്. ആണ് തീരുമാനിക്കപ്പെട്ടത്? നിങ്ങൾ തന്നെ തീരുമാനിക്കപ്പെട്ടത്. ക്ലിയർ ആണോ? ദ യൂണിവേഴ്സ് ലിസൺസ് നോട്ട് യുവർ വേർഡ്സ് ബട്ട് യുവർ വൈബ്രേഷൻ. യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ വൈബ്രേഷനെയാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സ് ലിസൺ ചെയ്യുന്നത്. ആൻഡ് ദ വൈബ്രേഷൻ ഓഫ് ദ കാം കൺവിക്ഷൻ ഈസ് ഇറസ്റ്റിബിൾ. നിങ്ങൾക്കൊരു വൈബ്രേഷൻ വളരെ കാമായിട്ട് എല്ലാ സമയത്തും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വളരെ കൂളായിട്ട് വളരെ ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് തകർക്കാൻ ആർക്കും കഴിയില്ല. യുവർ സക്സസ് ഹാസ് ഓൾറെഡി ബി റിട്ടൺ ദ അൺസീൻ. നിങ്ങൾ കാണാത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ സക്സസ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെയിറ്റ്സ് ഓൺലി ഫോർ യുവർ അൺവെയറിംഗ് ഫെയ്ത്ത് ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു ഫോം. എന്തേ ഉള്ളൂ? അതിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ്? നിങ്ങൾ റെഡി ആവാനും വേണ്ടിയിട്ടാണ്. നിങ്ങളപ്പോൾ വിശ്വസിക്കുന്നുണ്ട്, അപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഹോൾഡ് ഫാസ്റ്റ്, ബിലീവ് ഫുള്ളി. ഹോൾഡ് ഫാസ്റ്റ്, ബിലീവ് ഫുള്ളി ആൻഡ് നെവർ സീസ് ആക്ടിങ് ആസ് ഇഫ് യുവർ ഡ്രീം വെർ റിയൽ, ഫോർ സൂൺ ഇറ്റ് വിൽ ബി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? വിത്ത് അൺവെയറിംഗ് ഫെയ്ത്ത് ഓഫ് വിത്തിൻ യുവർ പവർ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് റെഡി ആവുന്നുള്ള രീതിയിൽ നിൽക്കരുത്. പകരം എന്ത് ചെയ്യാം? ഫൈനൽ പകരം അത് ഓൾറെഡി ആയി, നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് കിട്ടുന്നല്ല, ഓൾറെഡി കിട്ടി എന്നുള്ള രീതിയിൽ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നെപ്പോളിയൻ ഹിൽ പറയുന്നത്. ഓക്കെ, അത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നെപ്പോളിയൻ ഹിൽ അത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതില് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയാം. എന്താണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ടേക്ക് അവേ എന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കും ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടേക്ക് അവേ എന്താണ് ഇതിലൊന്ന് പറയാം കേട്ടോ. സോ ഓക്കെ, ബഷീർ സർ. മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആണ് സർ. എന്റെ ഇടയിൽ മുസ്തഫ വന്നല്ലോ, കണ്ട മുഖം. താങ്ക് യു. മുഖം കാണിച്ചു പോയോ? മുസ്തഫ മുഖം കാണി, ഞാൻ വെച്ച് മുസ്തഫ എന്താ പറയുന്നത്. ഓക്കെ, നല്ല 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 എക്സാമ്പിൾ പറഞ്ഞു സാറ്. നമ്മളെ വിശ്വാസവും ഹോപ്പും തമ്മിലുള്ള വ്യത്യാസം, കൺസിസ്റ്റൻസും പെർസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. താങ്ക് യു ബഷീർ സാർ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാ സാർ. താങ്ക് യു. സുബ്രഹ്മണ്യൻ സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ് പറഞ്ഞതിലെ 2 സെന്റൻസ് എനിക്ക് ടേക്ക് അവേ ആയിട്ട് കിട്ടുന്നുണ്ട്. യുവർ ഇമോഷൻസ് ആർ ദ വെദർ ഓഫ് യുവർ മൈൻഡ്. പിന്നെ ഉള്ളത് ഇംപേഷ്യൻസ്. നമ്മളെ സീഡ്സിനെ അപ്രൂട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ
അത് ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പം നമ്മളെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതിൽ അപ്പം പേഷ്യൻസ് എപ്പോഴും ആവശ്യമാണ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബീന മാം. ഒരു കാര്യം, ഹോപ്പിൽ നിന്ന് ഫെയ്ത്തിലേക്കുള്ള ദൂരം മനസ്സിലാക്കണം. പിന്നെ ഗാർഡ് യുവർ ഇമോഷണൽ ക്ലൈമറ്റ്, റെസിസ്റ്റൻസ് അൺടിൽ യു ഗെറ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അനു അഞ്ജലി. ഷീല മാം. ഹലോ, ഞാനൊരു അൺഎക്സ്പെക്ടഡ് സൈറ്റിലായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ് കൺസിസ്റ്റൻസി തമ്മിലുള്ള ഡിഫറൻസ്. താങ്ക് യു. ദിവ്യ മാം. 1% ആക്ഷൻ നമ്മൾ ഡെയിലി എടുക്കുക, വാട്ട് എവർ ദ സിറ്റുവേഷൻ ഇറ്റ് ഈസ്. താങ്ക് യു. അഫ്നിസ മാം. ഹോപ്പും ഫെയ്ത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മനസ്സിലായി സാർ, അതിലേക്കുള്ള ദൂരം. ഓക്കെ, താങ്ക് യു. ജെസി മാം. മാജിക് മോർണിംഗ്. Magic. ഒരു ബേണിംഗ് ഡിസയർ വേണം, ദർ ഇസ് നോ സെക്കൻഡ് ഓപ്ഷൻ. താങ്ക് യു. കീർത്തന. നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഡെയിലി ഒരു സ്റ്റെപ്പെങ്കിലും എടുത്ത് വെക്കണം എന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, നിജില മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുക. ഒരു കുറച്ചത് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് അവിടെ പോകാൻ പാടില്ല, അതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലായി. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നൗഫൽ സർ. മാജിക് മോർണിംഗ്, നമ്മളെ ഇമോഷൻസിനെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പ്രീത മാം. പ്രീത മാം. മാജിക് മോർണിംഗ് ഓൾ. Magic morning. നമുക്ക് വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ തീവ്രമായി ആഗ്രഹിക്കുന്നതോടെയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിജയം ഉണ്ടായിരിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. സലീം മാം. ഹലോ. ഷീജ മാം. കേൾക്കുന്നില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഷൈനി മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീഷ്ണ മാം. മാജിക് മോർണിംഗ്. ഞാൻ മോർണിംഗ്. എടുക്കാൻ തീരുമാനിച്ച പ്രധാനമായിട്ടുള്ള ഒരു ആക്ഷൻ, എവറി ഡേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു ആക്ഷൻ. താങ്ക് യു. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. സർ, വളരെ നന്നായിട്ട് ക്ലാസ് ആയിരുന്നു. വണ്ടർഫുൾ ക്ലാസ് ആണ് ഇന്നുണ്ടായത്. അത്രയും പോയിന്റ്സ് ആണ് ഇന്ന് കിട്ടിയത്. നമ്മളെ ആ ശരിക്കും നല്ല ക്ലാരിറ്റി ഒന്നുണ്ട് എല്ലാത്തിലും. ഇപ്പൊ ഇന്ന് കിട്ടിയ പോയിന്റ്, യൂണിവേഴ്സ് ഓൺലി മിറേഴ്സ് വാട്ട് യു ഫീൽ മോസ്റ്റ്ലി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അതുപോലെ കുറച്ച് ക്ഷമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സ് നമുക്ക് എല്ലാം തരും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മോണി. സുനിൽ സർ. ഗുഡ് മോർണിംഗ്. ഇമോഷൻ വളരെ സ്റ്റഡി ആയിട്ട് നിലനിർത്തുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ഡൈവേർട്ട് ആവുന്നത്. ആ ഒരു സെക്കൻഡില് നമ്മൾ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരിക? ആ ഒരു സെക്കൻഡില് നമ്മളൊരു 90 സെക്കൻഡിലേക്ക് എന്താ വെച്ചാൽ ഒരു 90 സെക്കൻഡ്, ഒരു 1.5 മിനിറ്റ് ഒക്കെ ഉള്ള സമയം നമ്മളൊന്ന് പോസ് ചെയ്യുക.
ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പോസ് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, പോസ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ നമ്മളെ ഇമോഷൻസ് എങ്ങനെയാണോ, ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ നല്ല മൂഡിലാണോ ചീത്ത മൂഡിലാണോ എന്ത് ചെയ്താൽ മതി, നമ്മൾ അനലൈസ് ചെയ്താൽ മതി. നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ എന്താണ്, നമ്മളെ ഇമോഷൻസ് വളരെ കറക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ല, നമ്മൾ മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ടെൻഷനോ അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, മനസ്സിലാവും. നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ മൊമെന്റിൽ നമ്മൾ ചെയ്യേണ്ട സാധനം വെച്ചാൽ ഒരു 90 സെക്കൻഡിലേക്ക് പോസ് ചെയ്യുക, ഒരു 3 ബ്രീത്ത് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്വയം ചോദിക്കുക, ഈസ് ദിസ് ഫീലിംഗ് ഹെൽപ്പിംഗ് മീ അട്രാക്ട് വാട്ട് ഐ വാണ്ട്? ഈ ഒരു ഫീലിംഗ് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുമോ, എൻ്റെ ലൈഫിൽ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്റ്റോറൻറ്റ് ആൻസർ കിട്ടും. അതിനെ നേരെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതൊരു 90 മിനിറ്റ്, ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 1.5 മിനിറ്റ് അല്ലേ? 90 സെക്കൻഡ് നമ്മളിങ്ങനെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഞാനിപ്പോൾ ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു സാധനമാണ്. ഞാൻ ഓക്കെ അല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്താ ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഔട്ടാണ്. ഓക്കെ, പെട്ടെന്ന് ഞാൻ കുളിച്ചു മാറ്റി നേരെ വീട്ടിൽ നിന്ന് ഔട്ടായി. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഔട്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഞാൻ കൂടുതൽ ഡെസ്പ് ആവും. ഓക്കെ, വീട്ടിൽ നിന്ന് ഔട്ടായപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ആക്ഷൻസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫേസ് ചെയ്യണം. അപ്പോൾ നേരെ അതിനെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ഫേസ് ചെയ്തപ്പോൾ ആ പ്രോബ്ലത്തിൽ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോബ്ലം തന്നെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെ എനിക്ക് ഓഫീസ് വരാൻ പറ്റി. അതേപോലെ ഞാൻ സ്റ്റക്ക് അയക്കുന്ന കുറേ കാര്യങ്ങളാണ്, അതിനൊക്കെ ക്ലാരിറ്റി കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു. ക്ലിയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ സേഫ് സർ ലീഡേഴ്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാം അല്ലേ? ഗോപിക, ബാക്കിയുള്ള ആൾക്കാർക്ക് ലീവ് ചെയ്തോളൂ. സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. ഓക്കെ, ലീഡേഴ്സ് ആരൊക്കെയുള്ളതെന്നൊന്ന് പറയാം. ആരൊക്കെ ലീഡേഴ്സ് ഉള്ള? നൗഫൽ ഉണ്ടോ? ഉണ്ട്. പിന്നെ നജ്ല മാം ഉണ്ട്, പ്രീത മാം ഉണ്ട്, കീർത്തന, നജ്ല മാം ഒക്കെ ഉണ്ട്, സുനിൽ സാറ്. ശരി, റസാഖ് സാർ ഉണ്ടോ? റസാഖ് സാർ ഒന്നില്ല. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ടീമിന്റെ പാർട്ടിസിപ്പേഷൻസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ടോട്ടൽ അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഞാനതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പുതിയൊരു അസോസിയേറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്യാം കൃഷ്ണൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടൊരു കാര്യം, സേഫ് എല്ലാ കാര്യങ്ങൾക്കും ഒരൊറ്റ ആൾക്ക് ചുമതല കൊടുക്കണം. ഒരാളോട് ചോദിക്കാനുണ്ടാകാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടക്കണം. അപ്പോഴാണ്, കാരണം 2 ദൈവം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നടക്കൂലല്ലോ. ഒരേ സമയത്ത് 2 ദൈവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദൈവം മഴ പെയ്യാനും ഒരു സമയത്ത് ഇടിവെട്ടാനും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമായിരിക്കും, അല്ല വേറെ സമയത്ത് വെയിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമായിരിക്കും. എന്നെപ്പോലെ എല്ലാ കാര്യങ്ങൾക്കും ചോദിക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ് അവിടെ നമുക്ക് എന്തുണ്ടാവുക, അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ആളേറിയ പാമ്പ് ചാവില്ല എന്ന പ്രശ്നം വരും. ഓക്കെ, ആളേറി കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരും. അപ്പം അങ്ങനെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലാണ് ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു മാനേജിങ് എന്നുള്ളത് ഞാൻ ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ നൗഫലിനെ ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നൗഫലയിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനുമായിട്ടോ അല്ലെങ്കിൽ ടീമുമായിട്ടൊക്കെ ഒന്ന് ഒരു ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിനൊരു റോഡ് മാപ്പ് ഉണ്ടാക്കണം. അതായത് ബിമാജിക്കിന് റോഡ് മാപ്പ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2000 ഡേ വരാൻ പോകണമല്ലോ. അപ്പോൾ 2000 ഡേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ ഇപ്പോൾ ഇത് ഈ മാസം അവസാനമാകുമ്പോൾ നമുക്ക് എത്ര പാർട്ടിസിപ്പൻസ് റെഗുലർലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, 40 പാർട്ടിസിപ്പൻ്റ് എങ്കിലും നമുക്ക് ഈ മാസം അവസാനമായിട്ട് ഉണ്ടാവണം. അപ്പോൾ 40 പാർട്ടിസിപ്പൻ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടാവണം? അപ്പോൾ നമുക്കൊരു 10 ഗ്രൂപ്പ് വേണം. ഓരോ ഗ്രൂപ്പിൽ എത്ര പാർട്ടിസിപ്പൻസ് വേണം? 20 പാർട്ടിസിപ്പൻസ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ഗ്രൂപ്പുണ്ടെങ്കിൽ നമുക്ക് 200 ആളുകൾ നമുക്ക് എന്തുണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് 40 ആൾക്കാരുണ്ടെങ്കിൽ 5 ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ 200 ആളുകൾ ഉണ്ടാവും. 200 ആളുകൾ ഉണ്ടെങ്കിൽ ഒബിയസ്ലി എന്ത് ചെയ്യും, അതിൻ്റെ 25%, 25% ആണ് എത്ര? 25%. ഹലോ, 25% എത്ര? 50. 50 ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യും, പങ്കെടുക്കും. 200 ആളുകൾ, ഇപ്പൊ ഗ്രൂപ്പിൽ 200 ആളുകളുണ്ടോ നൗഫൽ? ഇല്ല. അപ്പോൾ നമ്മൾ 50 ആളുകളെ പങ്കെടുപ്പിക്കണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട എന്താണ്, 200 ആളുകളെ മേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഇതിനോട് താല്പര്യമുള്ള 200 ആളുകൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ 50 ആളുകൾ, നമ്മൾ 60 ആളുകൾ 70 ആളുകളെ ഗ്രൂപ്പിലാക്കിയിട്ട് അതിൽ നിന്ന് 50 ആളുകൾ വിളിച്ച് പങ്കെടുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആണോ?
അപ്പോൾ ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളത് പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തിയറി. ഓക്കെ, സിസ്റ്റം സെറ്റ് ചെയ്യാറുള്ളത്. ഗൂഗിളിന് പകരം എന്ത് ചെയ്യുക, സിസ്റ്റം സെറ്റ് ചെയ്യുക. നിങ്ങൾ 200 ആളുകൾ ഗ്രൂപ്പിലേക്ക് ഈ മാസം ആയി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് 50 ആളുകൾ അതിലുണ്ടാവും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു 25% ആൾക്കാർ പങ്കെടുക്കൂലേ? തീർച്ചയായും. ഇനി 250 ആളുകളാണെങ്കിൽ 100% 20 ഉണ്ട്. അപ്പോൾ 80-20 പ്രിൻസിപ്പൾ എന്ത് ചെയ്യും? അവിടെ 20% ആളുകൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ആ ഒരു തിയറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൽ ആളുകൾ കൂടുക. നമ്മൾ 40 ആളുകൾ 50 ആളുകൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഇത് റെഡി ആവുമെന്ന് കരുതിയിട്ട് നിൽക്കരുത്. 200 ആളുകൾ ഉണ്ടാക്കുക ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണോ? ആണോ? 200 ആളുകൾ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നത് ഒരു ഹാർഡായിട്ടുള്ള പരിപാടിയാണോ? അല്ല. ഓക്കെ, സോ over to Naufal. Naufal. ഹലോ നൗഫൽ, കേൾക്കുന്നുണ്ട്. ഇതിലിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ലീഡേഴ്സ് ഒരു 10 പേരെ വെച്ചെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയി തോന്നണം. മറ്റുള്ളവർക്ക് ഇതിന്റെ ഒരു അവബോധം വേണമെന്നുള്ളത്. ആരെങ്കിലും പിടിച്ചിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാല് ഇതിലെന്തായാലും നിൽക്കൂല എന്നാണ് ഇപ്പൊ നിലവില് കുറച്ച് ആളുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മനസ്സിലായത്. പിന്നെ ഇതിൽ വന്നവര് തീർച്ചയായിട്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇതിന് റിസൾട്ട് കിട്ടിയിട്ടാണല്ലോ. അതിന് റിസൾട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടത്? എങ്ങനെയാണ്? എന്താണ് നൗഫൽ എന്തെങ്കിലും ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ ഇതിന് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണോ? നമുക്ക് ബേസിക്കലി ഇങ്ങനെ ഒരു ആക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് 200 ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഏതില്? ഗ്രൂപ്പിൽ. അത് താല്പര്യമുള്ള താല്പര്യം ഇപ്പൊ നൗഫൽ പറഞ്ഞതിൽ ഏതും ആവാം. ഓക്കെ, ഇങ്ങനെ ബിമാജിക് ഉണ്ട്, ഇങ്ങനെ മാറണം എന്ന് താല്പര്യമുള്ള ആളുകൾ 200 ആളുകൾ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ ഒരു 20 ആൾക്കാരെ അല്ലെങ്കിൽ 40 ആൾക്കാരെ, എത്ര ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റും ഒരു ഗ്രൂപ്പിൽ? ഒരു ഗ്രൂപ്പിൽ എത്ര പേര് ആഡ് ചെയ്യാൻ പറ്റും? അത് കറക്റ്റ് അറിയില്ല. മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. 100 പേരെ അടുത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സബ് ഗ്രൂപ്പിലാണോ ഉദ്ദേശിച്ചത്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? സബ് ഗ്രൂപ്പിൽ നമുക്ക് ഒരു 10 പേരെ ഒക്കെ മാക്സിമം ആഡ് ചെയ്താലേ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. 20. അപ്പൊ അങ്ങനെ നമ്മൾ 10 ഗ്രൂപ്പ് ഉണ്ടാവണം. നമുക്ക് 10 ലീഡേഴ്സും 10 സബ് ഗ്രൂപ്പും ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ഗോളായിട്ട് വെക്കുക. ഓക്കെ, 10 ഗ്രൂപ്പും 10 സബ് ഗ്രൂപ്പും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, 50 ആളുകൾ റെഗുലർ ആയിട്ട് നമ്മുടെ മീറ്റിങ്ങിന് പങ്കെടുക്കും. ഓക്കെ, നമ്മൾ അത് ചെയ്താൽ മതി. ഏത്? അത് 50 100 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 200 ഉള്ളത് ഒരു 300 ആക്കി കഴിഞ്ഞാൽ അതിലിങ്ങനെ ഈ ആളുകളുടെ റിസൾട്ട് സബ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ഗ്രൂപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കുറ്റബോധം വരും. ഓക്കെ, ലോകത്തിലൊരു തിയറി ഉള്ളൂ, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അയാൾക്ക് നീഡ് വേണം. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, എക്സസൈസ് ചെയ്യാത്ത ഒരാളോട് നാളെ ഡോക്ടർ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ആൻജിയോ വേണ്ടി പറഞ്ഞാൽ പിറ്റേന്ന് എന്തോ ഓടാൻ തുടങ്ങും. ആവശ്യം ഉണ്ടാകുമ്പോഴായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് തിയറി. ഏതൊരു കാര്യം ഒരാൾ ചെയ്യാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗർ ചെയ്യുമ്പോഴാണ് അയാൾ അത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഫൈന് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു സൈക്കോളജി നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി. ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒക്കെ സെയിം തിയറിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബാക്കി ലീഡേഴ്സ് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ബാക്കി ലീഡേഴ്സിന്റെ ബാക്കിയുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് പെട്ടെന്ന് പറയാം. നജുല എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അറിയിക്കുക. കിച്ചണിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. കിച്ചണിലാണ് സാർ, അതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാരെയും പങ്കെടുപ്പിക്കാം. 10 ആൾ ഇപ്പൊ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാരെയും ഇപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളെ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് അവര് പങ്കെടുക്കുള്ളൂ. അല്ലാതെ അവരെ പിറകെ ഇങ്ങനെ വിളിച്ച് നടക്കേണ്ടി വരും. അപ്പൊ അതാ പറഞ്ഞത്, അത് ആവശ്യമില്ല. 20 ആളുകൾ ഉണ്ടെങ്കിൽ അതിന് 5 ആൾ പങ്കെടുത്താൽ മതി. മനസ്സിലായോ? മോസ്റ്റ് ആളുകൾ പങ്കെടുത്തില്ല പ്രശ്നം. നിങ്ങളുടെ ഗ്രൂപ്പിൽ 20 ആൾക്കാരുണ്ട്, 5 ആൾ പങ്കെടുത്താൽ മതി. അങ്ങനെ 10 ഗ്രൂപ്പിൽ നിന്ന് 5 ആൾ പങ്കെടുത്ത 50 ആളായി. നമുക്ക് ആ പങ്കെടുക്കുന്ന 50 ആൾക്കാർ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അല്ലാത്ത ആളുകൾ ഒഴിവാക്കി തുടങ്ങണം. ഓക്കെ, അത് കുറച്ച് നല്ല ആളുകൾ കിട്ടാനും വേണ്ടി കുറച്ച് സൊസൈറ്റിയിൽ നല്ല പിന്നെ വളരെ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളാണോ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളാണോ കൂടുതൽ ഉണ്ടാവുക സൊസൈറ്റിയിലെ? നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഡൗട്ട് ഒന്നും വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം? ഈ 20 ആളുകളിൽ നമ്മൾ 5 ആളുകൾ കിട്ടാനാണ് 20 ആൾ ഉണ്ടാക്കുന്നത്. നമ്മൾ 5 ആളെ കിട്ടാൻ 10 ആൾക്കാരുണ്ടാക്കിയാൽ കിട്ടൂല. പക്ഷെ 20 ആൾക്കാരുണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമുക്ക് ആരെ പിന്നാലെ നടക്കണ്ട. ഡെയിലി ഒരു 5 ആൾ പങ്കെടുത്താൽ മതി. ഒരാൾ നിങ്ങൾ പങ്കെടുക്കും, പിന്നെ 4 ആൾ പങ്കെടുത്താൽ മതി. ഈ പങ്കെടുത്ത ഫീഡ്ബാക്ക് ഇരിക്കുക, അവരെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരിക. ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക? ആക്റ്റീവായിട്ട് കൊണ്ടുവരിക. അപ്പൊ ഒന്നില്ലെങ്കിൽ
ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആക്റ്റീവ് ആകും, അല്ലെങ്കിൽ അവർ ലെഫ്റ്റ് ചെയ്തോളും. ഓക്കെ, ബേസിക് തിയറി ഉപയോഗിച്ചാൽ മതി. കീർത്തന. ഇതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, ആക്റ്റീവ് ആവാത്ത ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ അയക്കുമ്പോ റിപ്ലൈ ഒന്നും തരുന്നില്ല. ഇപ്പൊ അവരെ പിന്നാലെ വല്ലാണ്ട് പോകണ്ട, അവരങ്ങോട്ട് ഒഴിവാക്കുക. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു കൗണ്ട് നിങ്ങൾ എപ്പോഴും നിലനിർത്തുക. ഒരാൾ ഒഴിവാക്കുക, വേറെ ആൾ ആഡ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ 20 ആൾക്കാർ നൗഫൽ മനസ്സിലാക്കേണ്ട 200 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായി കരുതുക. ഓക്കെ, അപ്പൊ മെയിൻ ഗ്രൂപ്പിൽ എല്ലാവരും നിർത്തുക. അതിന് പകരം സബ് ഗ്രൂപ്പിൽ ഇപ്പം 20 ആൾക്കാരുണ്ട്, അപ്പോൾ ഒരാള് ആക്റ്റീവ് അല്ല. ആ ആക്റ്റീവ് അല്ലാത്ത ആളെ റിമൂവ് ചെയ്തിട്ട് വേണം ആ ഗ്രൂപ്പിലേക്ക് അടുത്ത ആൾ ആഡ് ചെയ്യാൻ. ക്ലിയർ ആണോ നൗഫൽ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അതായത് 20 ആൾക്കാർ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ ഈ 20 ആൾക്കാർ എന്താണ്, കുറച്ചെങ്കിലും ആക്റ്റീവ്. തീരെ ആക്റ്റീവ് അല്ലാത്തുള്ളവർ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ സബ് ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതല്ല, നിങ്ങൾ മെയിൻ ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. അയാൾ മെയിൻ ഗ്രൂപ്പിൽ നിർത്തുക. എന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് പുതിയൊരു വരുന്ന ആൾക്കാർ ആക്റ്റീവ് എന്ന പുതിയൊരാളെ അയാൾ ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ ആ സർക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിന് എന്തായാലും വരും, ഷുവറായിട്ട് വരും. കാരണം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സാധനമാണ് പണ്ട് ബിമാറ്റിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ദിവ്യ മാം. യെസ് സർ, തീർച്ചയായിട്ടും ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ശരി, താങ്ക് യു. ജെസ്സി മാം. യെസ്, നമ്മളിപ്പോ നിലവില് ഗ്രൂപ്പ് ഒന്നും ആക്റ്റീവ് അല്ല. അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോഴേ എനിക്ക് റിപ്ലൈ വരുന്നത്. ഞാൻ അവരോട് പറയാറാണ് ഇങ്ങനെ ഇതൊന്ന് ഗ്രൂപ്പിൽ ഇടുവോന്ന് റിക്വസ്റ്റ് കൊടുക്കാറാണ്. എത്ര പേരുണ്ട് ഇപ്പൊ ഗ്രൂപ്പില് സ്ഥിരം പങ്കെടുക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ 2 പേര് ബഷീർ സാറും ബീന മാമും, പിന്നെ പുതുതായിട്ടുള്ള ഇപ്പൊ അഫ്നിസ, ജിജീഷ്, അങ്ങനെ 2-3 പേരേ ഉള്ളൂ സ്ഥിരം പങ്കെടുക്കുന്നു. പക്ഷെ അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അഫ്നിസ ഉണ്ട്, ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഫീഡ്ബാക്ക് സെഷൻ ആകുമ്പോഴത്തേക്ക് ലീവ് ചെയ്ത് പോകും. അവർ ക്ലാസ് കേൾക്കും, സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കും. അല്ലാത്ത സമയത്ത് ലീവ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഫീഡ്ബാക്ക് സെഷൻ ആകുമ്പോൾ ലീവ് ചെയ്ത് പോകുന്നത്? പേടിയായിട്ട് തന്നെയാ. പേടിയായിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് സെഷനിൽ എന്താണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആങ്കറിംഗ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് തലേ ദിവസം പറഞ്ഞു കൊടുക്കാം. ഫീഡ്ബാക്ക് സെഷൻ അത് എല്ലാ ആളുകൾക്കും ഇതേപോലെ പേടിയുണ്ടാവും. നിങ്ങൾ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഫീഡ്ബാക്ക് സെഷനിൽ വന്നിട്ട് അവരോട് ഇങ്ങനൊരു കാര്യം പറയാം. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോയിന്റ് എന്നുണ്ട്, അത് മാത്രം പറഞ്ഞു പോകാൻ പറയാം. ഓക്കെ, ഇപ്പൊ എൻ്റെ പേര് സേഫ് എന്നാണ്, ഇന്നത്തെ സെഷനിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് ഇതാണ്, താങ്ക് യു. ഓക്കെ, കുറെ ചോദിക്കുക അല്ലെങ്കിൽ ഇത് ചോദിക്കുക എന്നുള്ള അവർക്ക് പേടി ഉണ്ടാവും. അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ റെഡി, അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഫീഡ്ബാക്കിൽ നിൽക്കുന്നില്ല. ഞാന് പറയൽ അങ്ങനെ തന്നെയാണ്. കാരണം ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതിന് ഒരു കാര്യം കൊണ്ട് ചെയ്യുക, അവരോട് ആദ്യം നിങ്ങൾ ഗ്രൂപ്പിൽ പറയിപ്പിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബഷീർ സാറും ബീന മാമിനെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് 2-3 ആൾക്കാരെ വിളിക്കുക. എന്നിട്ട് അവരോട് പറയാം, അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ അവർ പിന്നെ ഗ്രൂപ്പിൽ പറയും. അവർ പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണം. വേർഡ് ഓഫ് മൗത്ത്, പിന്നെ അതായിട്ടും വേർഡ് ഓഫ് മൗത്ത് ആയിട്ടും അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ഇമോജി ആയിട്ടൊക്കെ. എന്നിട്ട് ഒരു 2-3 ആൾക്കാർ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പം അവരെ പേഴ്സണലി അതിനെ ഒരു പേഴ്സണൽ റീപ്ലൈ കൊടുക്കുക. നിങ്ങൾ ഇന്ന് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞ വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അവർക്ക് എന്തായി, കോൺഫിഡൻസ് കൂടി, അവർ നെക്സ്റ്റ് വീണ്ടും ഇത് പറയും. അങ്ങനെ അവർ നമ്മൾ കൊണ്ടുവരണം. ക്ലിയർ ആണോ? താങ്ക് യു ജെസ്സി മാം. ഓക്കെ, ഇനി ആരാണ് പറയാത്തത്? അഫ്നിസ. ഹോസ്പിറ്റലാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പ്രീത മാം. മാജിക് മോർണിംഗ് സാർ. സാർ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലീഡേഴ്സ് തന്നെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട്, അതുപോലെ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആയാലും എല്ലാ ദിവസവും അവർ വരിക. അതേപോലെ തന്നെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സ് മുന്നിട്ട് ഇറങ്ങണം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഈ പഴയതായിട്ട് നിൽക്കുന്ന, അതായത് ഇപ്പൊ പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകളല്ലാതെ പഴയ ആളുകളെ ഒന്നും കൂടിയും, അതായത് ഞങ്ങൾ പറഞ്ഞ അവരെന്തായാലും അനുസരിക്കില്ല. ഇത്തിരി ഏജ് ഉള്ള ആളുകളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. അപ്പൊ അതിന് നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് അവരെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് അതിനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയതായി വരുന്ന ആളുകൾക്ക് ഒരു ഇംപ്രസ് ആവും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സുനിൽ സർ. യെസ്, അതെ. ഇപ്പൊ ഞാൻ കണ്ടതിൽ ഇപ്പം ലീഡേഴ്സ് സ്ഥിരമായിട്ട് ഈ ടൈമിന് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അവര് ഇത് ലീഡേഴ്സ് അത് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊരു ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ പല സമയത്ത് കണ്ടതാണ്, എനിക്കിന്ന് ഒരു യാത്രയ്ക്ക് പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ലീവാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ കാര്യം, അല്ലെങ്കിൽ പനിയാണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമല്ല ഇതിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, അങ്ങനെ വിഷയമുള്ള സമയത്താണ് ഈ മെഡിറ്റേഷനും കാര്യങ്ങളും നമ്മൾ വേണ്ടതെന്നുള്ളത് നമുക്കും ഒരു ബോധം വേണം, അതേപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെ പ്രശ്നമുള്ള സമയത്താണ് കൃത്യമായി ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങും. അത് ആദ്യം തുടങ്ങേണ്ടത് ലീഡേഴ്സ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ശരി, നൗഫൽ പുതിയൊരു സംഭവം കൊണ്ടുവരാം, ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു 30 സെക്കൻഡ് ബി മാജിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാമോ? ഇങ്ങനെ മെസ്സേജ് പൊക്കുക. ഓക്കെ, നിങ്ങൾ 30 സെക്കൻഡ് ബി മാജിക് പോസ്റ്ററോ എന്തെങ്കിലും ഉണ്ടാക്കിക്കുക. 30 സെക്കൻഡ് ബി മാജിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാമോ? ഓക്കെ, എല്ലാവർക്കും ഇതാക്കുക. ഒരു 30 സെക്കൻഡ്, ഒരു ദിവസത്തിലെ 30 സെക്കൻഡ് അവരെന്ത് ചെയ്യുക, അവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു പോവുക. ആകെ 24 മണിക്കൂറിന് നമ്മൾ ആവശ്യപ്പെടുന്നത് 30 സെക്കൻഡാണ്. അപ്പൊ അത് കൊടുക്കാൻ കഴിയില്ല ആളുകൾക്ക്? കഴിയില്ല അല്ലേ? നിങ്ങളൊന്ന് ബി മാജിക്കിൽ വരണം എന്ന് പറയുമ്പോൾ ആൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമ്മൾ ചോദിക്കുകയാണ് ഒരു 30 സെക്കൻഡ്. ഓക്കെ, ഒരു 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓക്കെ അവരോട് ചോദിക്കുക. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? 30 സെക്കൻഡ് ആണ് ഉദ്ദേശിച്ചത്, 30 മിനിറ്റ് ആണ് സാർ ഉദ്ദേശിച്ചത്? 30 സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു 30 സെക്കൻഡ് ബി മാജിക്കിന് വേണ്ടി കൊടുക്കാമോ എന്നാണ് ചോദ്യം. ഓക്കെ, അല്ലെങ്കിൽ അര മിനിറ്റ്. അര മിനിറ്റ് ബി മാജിക്കിന് വേണ്ടി കൊടുക്കാമോ? അര മിനിറ്റ് ബി മാജിക്കിന് വേണ്ടി കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, അര മിനിറ്റ് ആ ഗ്രൂപ്പിലുള്ളപ്പോൾ ഒരാൾ വരിക, അര മിനിറ്റ് അയാൾ ആ ഗ്രൂപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പോവുക, വാട്ടർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ട് പോവുക, അല്ലെങ്കിൽ ഒരാൾക്ക് റീപ്ലൈ എടുത്തിട്ട് പോവുക. 30 സെക്കൻഡ് സ്പെൻഡ് ചെയ്യാൻ പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അത് പിന്നെ 30 സെക്കൻഡ്, ഒരു മിനിറ്റ്, 2 മിനിറ്റ് ഒക്കെ പിന്നെ ഓട്ടോമാറ്റിക് ഗ്രൂപ്പ് ആക്റ്റീവ് ചെയ്യാൻ പോകും. പക്ഷെ നമ്മൾ അവരെ സിമ്പിളി കൊണ്ടുവരണം. ആളുകൾക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ട് 30 സെക്കൻഡെങ്കിലും ബി മാജിക്കിന് ഞാൻ ചെയ്തതിന് എനിക്കൊരു മോശമില്ല നമുക്ക് തോന്നണം. ഓക്കെ, ഒരു 30 സെക്കൻഡ് ചോദിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പൊ നേരത്തെ പ്രീതമയം പറഞ്ഞ പ്രശ്നോട് സോൾവ് ആവും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ശരി, അപ്പോൾ താങ്ക് യു. എല്ലാ ബുധനാഴ്ച ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് ബി മാജിക്കിന്റെ മീറ്റിങ്ങിനും കൂടെ മാറ്റി വെക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. സോ അതിന്റെ പേയാ വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നും പറയാനല്ലോ? ക്ലിയർ ആണ്. സോ താങ്ക് യു. താങ്ക് യു സർ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. Thank you all. Okay, thank you, sir.